നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. നേരത്തെ തുടങ്ങാം കുടുംബത്തിനായുള്ള സാമ്പത്തിക പ്ലാനിങ്. സേവിങ്സ് എന്ന് തുടങ്ങുമെന്ന് ചോദിച്ചാൽ ഏറ്റവും നേരത്തെ എന്നാണ് ഉത്തരം. ജോലി കിട്ടുമ്പോൾ തന്നെ സേവിങ്സ് തുടങ്ങാം. അച്ഛനും അമ്മയും 2 മക്കളുമുള്ള ഒരു ഇടത്തര കുടുംബത്തിന് സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള പ്ലാനിംഗ് മോഡൽ പരിചയപ്പെടാം. സാമ്പത്തിക ലക്ഷ്യങ്ങൾ. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം ഇന്നത്തെ ചെലവനുസരിച്ച് 25 ലക്ഷം രൂപ വീതം വേണ്ടി വന്നേക്കാം. വീട് നിർമ്മാണത്തിന് 10 വർഷത്തിനകം 70 ലക്ഷം രൂപ മൂല്യമുള്ള വീട് വയ്ക്കുന്നതിനോ വാങ്ങുന്നതിനോ ആഗ്രഹിക്കുന്നു. വിരമിക്കുമ്പോൾ പ്രതിമാസ വരുമാനം പ്രതിമാസം 50,000 രൂപ ഇന്നത്തെ മൂല്യം ലഭ്യമാക്കണം. പ്രതിവർഷ വർധനയും വേണം. വരുമാനവും നിക്ഷേപശേഷിയും നോക്കാം. പ്രതിമാസ കുടുംബ വരുമാനം 1,35,000 രൂപയുള്ള ഒരാൾക്ക് പ്രതിമാസ വരുമാന വിതരണത്തിന് അനുയോജ്യമായ രീതി 1.40% ചെലവ് 54,000 രൂപ, 2.25 നിക്ഷേപം ഉള്ളവർക്ക് 33,750 രൂപ, 3.30% ലോൺ തിരിച്ചടവ് 40,500 രൂപയും, 4.5% കരുതൽ ധനമായിട്ട് വയ്ക്കുന്നവർക്ക് 6,250 രൂപ എമർജൻസി ഫണ്ടുമാണ്. എമർജൻസി ഫണ്ട് എങ്ങനെയെന്ന് നോക്കാം. 6 മാസ ചെലവുകൾ ഏകദേശം 1.3 ലക്ഷം രൂപ ഇൻറ്റു 6 8 ലക്ഷം രൂപയാണ്. ഇത് സേവിങ്സ് അക്കൗണ്ടിലോ ലിക്വിഡ് ഫണ്ടിലോ സൂക്ഷിക്കണം. ഈ തുക ഇപ്പോൾ ലഭ്യമാണോ എന്ന് വ്യക്തമല്ല. പ്രതിമാസ വരുമാനത്തിൻ്റെ 5% 6,750 രൂപ ലിക്വിഡ് ഫണ്ടിൽ നിക്ഷേപിച്ച് ഈ തുക സമാഹരിക്കുന്നതാണ് ഉചിതം. ഇൻഷുറൻസ് ശുപാർശകൾ. ടേം ഇൻഷുറൻസ് സാം 1 കോടി രൂപ, CT 50 ലക്ഷം രൂപ. CT സാം എഞ്ചിനീയറിംഗ് ആണ്. പ്രതിമാസ വരുമാനം 1 ലക്ഷം രൂപയും. CT 32 വയസ്സ്, സ്റ്റാഫ് നേഴ്സ്, പ്രതിമാസം വരുമാനം 35,000 രൂപയും. ഒരാൺകുട്ടി ഒരു പെൺകുട്ടി. അമ്മയ 8 വയസ്സ് മകൾ, അവൻ 6 വയസ്സ് മകൻ. ടേം ഇൻഷുറൻസിൽ സാമിന് 1 കോടി, CT 50 ലക്ഷം. ഈ തരത്തിൽ ഇൻഷുറൻസ് ലഭ്യമാക്കുന്നതിന് അനുയോജ്യമാണ്. വാർഷിക വരുമാനത്തിന്റെ 20 ഇരട്ടി വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതിന് കഴിയും. ഇതിനോടൊപ്പം ക്രിട്ടിക്കൽ ഇൻഷുറൻസ് കവറേജും ആക്സിഡന്റ് കവറേജും അനുയോജ്യമായ രീതിയാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ ഫാമിലി പ്ലോട്ടർ പ്ലാൻ കുറഞ്ഞത് 10 ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി അനിവാര്യമാണ്. ആശുപത്രി ചെലവുകൾ, അടിയന്തര സഹായം, ശസ്ത്രക്രിയ മുതലായവയ്ക്ക്. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് 25 ലക്ഷം രൂപ 7% പണപ്പെരുപ്പം കണക്കാക്കുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വേണ്ടി വന്നേക്കാം. പ്രതിമാസ വരുമാനം ഇന്നത്തെ 50,000 രൂപയുടെ മൂല്യം 26 വർഷത്തിന് ശേഷം 7% പണപ്പെരുപ്പം കണക്കാക്കിയാൽ റിട്ടയർമെന്റ് കോർപ്പസ് 3 കോടി രൂപ ആവശ്യമാകും. ഈ തുക സമാഹരിക്കുന്നതിലൂടെ 60 വയസ്സ് മുതൽ പ്രതിമാസം 2 ലക്ഷം രൂപത്തോളം രൂപ സിസ്റ്റമാറ്റിക് വിത്ഡ്രോവൽ പ്ലാനുകളെ പ്രതിമാസ വരുമാനമായി ഉറപ്പിക്കാം. പ്രതിമാസം ഈ തുകയുടെ വർധനയും സാധ്യമാണ്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ റിട്ടയർമെന്റ് ഫണ്ടിന്റെയും സമാഹരണത്തിനായി പ്രതിമാസ വരുമാനത്തിന്റെ 25% 33,750 രൂപ 12% ആദായം പ്രതീക്ഷിക്കാവുന്ന ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുകയും പ്രതിവർഷം 10% സ്റ്റെപ്പ് അപ്പ് നൽകുകയും ചെയ്താൽ 2 ലക്ഷ്യങ്ങളും സാധ്യമാകും. സംഗ്രഹം. സാമിനും CTക്കും ദീർഘകാല ലക്ഷ്യങ്ങൾ വ്യക്തവും പ്രായോഗികവുമാണ്. തുടർച്ചയായ SIP നിക്ഷേപങ്ങളും ഇൻഷുറൻസ് സംരക്ഷണം വഴി ഇവയെല്ലാം സാധ്യമാണ്. വരുമാനം കൂടുമ്പോൾ SIP തുക വർദ്ധിപ്പിക്കുന്നവരുടെ വീട് നിർമ്മാണ സ്വപ്നം എളുപ്പത്തിൽ സാക്ഷാത്കരിക്കും. ഈ പദ്ധതി അനുസരിച്ച് സാമ്പത്തിക അച്ചടക്കത്തോടുകൂടി നിക്ഷേപിക്കുകയും വർഷാവർഷം സാമ്പത്തിക വിദഗ്ധരുടെ സഹായത്തോടെ പരിശോധന ചെയ്ത് ആവശ്യ മാറ്റങ്ങളും നടത്താം. സാമ്പത്തിക അച്ചടക്കത്തിലൂടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം സ്വന്തമാക്കാം. വീട് എന്ന സ്വപ്നം. 10 വർഷം കഴിയുമ്പോൾ ഇന്നത്തെ 70 ലക്ഷം രൂപ മൂല്യം വരുന്ന വീട് നിർമ്മിക്കാൻ 7% പണപ്പെരുപ്പം കണക്കാക്കുമ്പോൾ അത് ഏകദേശം 1.37 കോടി രൂപ വേണ്ടി വന്നേക്കാം. 12% ആദായം ലഭ്യമാകുന്ന നിക്ഷേപത്തിലൂടെ മ്യൂച്വൽ ഫണ്ടിലെ ഇക്വിറ്റി ഫണ്ടിൽ SIP പ്രതിമാസം 60,000 രൂപ വരുന്ന 10 വർഷത്തെ നിക്ഷേപം ഇതിനാവശ്യമാണ്. ആകെ വരുമാനത്തിന് 30% ലോണിന്റെ തിരിച്ചടവിനായി മാറ്റിവെക്കാവുന്ന തുക മറ്റ് ലോണുകൾ ഇല്ലാത്തതിനാൽ വീട് നിർമ്മാണത്തിനായി നിക്ഷേപിക്കാവുന്നതാണ്. ആകെ വരുമാനത്തിന് 30% 40,500 രൂപ 10 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ 90 ലക്ഷം രൂപ സമാഹരിക്കാം. ബാക്കി തുകയ്ക്ക് ഭവന വായ്പ നല്ലൊരു ഉപാധിയാണ്. 40,500 രൂപ പ്രതിമാസം നിക്ഷേപിക്കുകയും പ്രതിവർഷം ഈ തുകയുടെ 11% 10 വർഷത്തേക്ക് സ്റ്റെപ്പ് അപ്പ് നിക്ഷേപം നടത്തുകയും ചെയ്താൽ ലക്ഷ്യം കൈവരിക്കാവുന്നതാണ്. ഈ കാര്യങ്ങൾ എല്ലാവരെയും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.